സുവ്യക്തമായ സൂചന അദ്ദേഹം നൽകി കഴിഞ്ഞു. അതിന്റെ പ്രോസസ്സിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമായാണ് ഞാനിപ്പോൾ ഉന്നതിയിൽ എത്തിയിരിക്കുന്നതെന്ന് അത് പറയുന്നു. BLO മാർ നേരിട്ട് ഉന്നതിയിൽ എത്തിയിട്ടില്ല എങ്കിൽ കൂടിയും അദ്ദേഹം നേരിട്ടെത്തുക വഴി അതിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നു എന്നുള്ളതാണ്. പേരിനൊരു രാഷ്ട്രീയ പാർട്ടി മീറ്റിംഗ് 20-ാം തീയതി നടക്കാനും പോകുന്നു. അത് കഴിഞ്ഞ് പല മേഖലകളിൽ BLO മാർ അങ്ങനെ മുൻകൂട്ടി അറിയിപ്പൊന്നും നൽകാതെ വീടുകളിലേക്ക് എത്താൻ പോകുന്നു എന്ന സൂചന തന്നെയല്ലേ കൃത്യമായി രത്തൻ ഖേൽക്കർ സാജിദിനോട് പങ്കുവെച്ചത്? സൈഫുദ്ദീൻ, തീർച്ചയായും. അതായത് BLO മാർ ഇന്ന് ഉന്നതിയിൽ എത്തുന്നു എന്നുള്ളതല്ല, സംസ്ഥാനത്തിന്റെ ചീഫ് ഇലക്ടറൽ ഓഫീസർ തന്നെയാണ് നേരിട്ട് ഇന്ന് അട്ടപ്പാടി ഉന്നതിയിൽ എത്തുന്നത്. അദ്ദേഹം അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ 2002 ഈ വോട്ടർ പട്ടിക പരിശോധിക്കും. തുടർന്ന് മറ്റ് രേഖകൾ കൂടി പരിശോധിച്ചുകൊണ്ട് ആരെല്ലാമാണ് ഇനി അർഹതപ്പെട്ടത്, ആരെല്ലാം തന്നെ അനർഹമാക്കപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഉള്ളത് IHRD കോളേജിലാണ്. ഇവിടെ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് ലിറ്ററസി ക്ലബിന്റെ ഭാഗമാക്കി മാറ്റുകയും അവർക്ക് ഈ SIR-മായി ബന്ധപ്പെട്ട പരിശീലനമാണ്. ആളുകൾക്ക് ബോധവൽക്കരണം നടക്കണം. വിവിധ ഈ കൂട്ടായ്മകൾ, ഈ കുടുംബയോഗങ്ങൾ എന്നിവ വിളിച്ചു ചേർത്ത് ഇത്തരം ഈ പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികളും ഈ ക്ലബിന്റെ ഭാരവാഹികളും മറ്റും പരിശീലനം നൽകുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ തന്നെ ഈ ബീഹാറുമായി ബന്ധപ്പെട്ട് ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും ഒരു ഷെഡ്യൂൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല എന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്നു. പക്ഷേ ഷെഡ്യൂൾ ഇറങ്ങിയില്ലെങ്കിലും ഈ പരിശോധനകൾ ആരംഭിച്ചു. അതിന്റെ ഒരു തുടക്കമാണ് ഇന്ന് അട്ടപ്പാടിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചിണ്ടക്കി, ആനവായ് ഊരുകൾ, ഇത് പ്രാക്തന ഗോത്ര വിഭാഗങ്ങൾ താമസിക്കുന്ന ഊരുകളാണ്. ഇവിടെ നിന്നാണ് ആദ്യ പരിശോധന. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇതുവരെ വിളിച്ചിട്ടില്ല. അതിനു മുൻപ് തന്നെ ഈ തീവ്ര പരിശോധന ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ കടന്നിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് മീഡിയ വൺ. അതിന്റെ കൃത്യമായ സ്ഥിരീകരണത്തോടെ എന്ന് വെച്ചാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രത്തൻ ഖേൽക്കർ തന്നെ അത് സ്ഥിരീകരിക്കുന്നതിന്റെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. എന്ന് വെച്ചാൽ അട്ടപ്പാടിയിലെ ഉന്നതിയിൽ ഇതിന്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരിക്കുന്നു. ഉന്നതിയിലെ 2 ഊരുകളിൽ ഇതിന്റെ ഭാഗമായുള്ള പരിശോധനകൾക്ക് നേരിട്ടെത്തിയിരിക്കുന്നു രത്തൻ ഖേൽക്കർ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പ്രത്യേക മുന്നറിയിപ്പുകളോ പ്രത്യേക വിജ്ഞാപനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. BLO മാർ വീടാന്തരം കയറിയിറങ്ങി 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയിലേക്കാണ് കടക്കുന്നത്. 20-ാം തീയതി രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ഇനി രാഷ്ട്രീയ പാർട്ടികൾ എന്ത് നിലപാടെടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന CPM അടക്കം കോൺഗ്രസ് അടക്കം 20-ാം തീയതി നടക്കുന്ന ഈ യോഗത്തിനപ്പുറത്തേക്ക്, യോഗത്തിനും പുറത്ത് ഇങ്ങനെ രഹസ്യാത്മക സ്വഭാവത്തിലൊക്കെ ഇതിന്റെ നടപടികളിലേക്ക് കടക്കുന്ന ഇലക്ഷൻ കമ്മീഷനെതിരെ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും കാത്തിരുന്നു കാണേണ്ട സംഗതിയാണ്.